ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് ആണല്ലോ. അപ്പോൾ എനിക്ക് ബോൺസായി ചെടി കുറേ ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് ശ്രദ്ധിക്കാതെ അത് കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ചെടിയും വേറെ റീപോർട്ട് ചെയ്യുകയും അത് അറേഞ്ച് ചെയ്യുകയും ചെയ്യാമെന്ന് ഓർത്തിട്ട് എടുത്തതാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മണല, ഗാർഡൻ സോയിൽ, കമ്പോസ്റ്റ്, കൊക്കോപീറ്റ, പെർലൈറ്റ് ഇത്രയുമാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഞാൻ ഈ ഡിസ്പോസിബിൾ പാത്രത്തിലാണ് വെച്ചിരുന്നത്. അത് നമ്മളിപ്പോൾ നല്ല ഒരു ക്ലേ പോട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിലിരിക്കുന്ന ഇച്ചിരി മണ്ണൊക്കെ കളഞ്ഞിട്ട് ചെറിയ വേരൊക്കെ കണ്ടിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇച്ചിരി കൂടെ നല്ലപോലെ വേരായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് നേരെ അങ്ങ് വളർന്നു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ അടിവശമൊക്കെ ഇച്ചിരി വേരൊക്കെ കട്ട് ചെയ്തതായതുകൊണ്ട് ഇതിനകത്ത് വെച്ച് ഇത് വേരൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് ഷേപ്പാക്കാൻ ശ്രമിക്കണം. ഇത് ഏകദേശം 10 വർഷമായ ചെടിയാണ്. നമ്മുടെ ഭിത്തിയിലൊക്കെ കിഴുത്ത് വന്നപ്പം അതേന്ന് എടുത്ത് വെച്ചതാണ്. അന്ന് ഒരു ചെറിയ ഡിസ്പോസിബിൾ പാത്രത്തിൽ വെച്ചു. അത് പിന്നെയും മാറ്റി ഇങ്ങനെ വയ്ക്കുമായിരുന്നു. നേരത്തെയൊക്കെ കൃത്യം 6 മാസം കൂടുമ്പോൾ അത് റീപോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല, കുറേ ദിവസമായി. അപ്പം ഞാൻ ഓർത്തത് ചെയ്യാമെന്ന്. ഇത് പോട്ടി വെച്ചിരിക്കുന്നതും ഇത് സെയിം തന്നെയാണ്. ഇത് 15 വർഷമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വേരെല്ലാം അടിയിൽ കൂടെ പോയതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഇതിൻ്റെ മണ്ണ് കളയാതെ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ആ വേരിൻ്റെ ആ ഷേപ്പ് അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പോട്ടിനകത്ത് മണ്ണിട്ടിട്ട് പിന്നെ അതിൽ തന്നെ തിരിച്ച് വെക്കാനാണ്. അപ്പോൾ ആദ്യം ആ മണ്ണെല്ലാം പഴയതെല്ലാം ക്ലീൻ ചെയ്ത് ആ ഹോളെല്ലാം അടഞ്ഞിരുന്നതെല്ലാം വൃത്തിയാക്കി ആ ഹോളിലെല്ലാം കൊച്ചു കല്ല് ഞാൻ വെച്ച് വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വേര് അതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി മാക്സിമം. അപ്പം ഞാൻ ആദ്യം കുറച്ച് മണ്ണിട്ട് നിരപ്പാക്കിയിട്ട് ഞാൻ അതിൻ്റെ മേളിൽ ആ ബോൺസായി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡെല്ലാം നമുക്ക് ഇച്ചിരി മണ്ണിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി ടൈറ്റ് ആക്കണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ മേളിലിരിക്കുന്ന മണ്ണ് നമ്മൾ ദിവസം വെള്ളം ഒഴിക്കുമ്പം ആ മണ്ണ് ഇറങ്ങി അടിയിൽ അടിഞ്ഞോണം. അപ്പോൾ ആ വേര് കാണുന്നത് പോലെ വരുമ്പോഴേ ബോൺസായി ചെടിക്ക് ഒരു ഭംഗിയുള്ളൂ. അപ്പം നമ്മൾ ഒന്ന് മാറ്റി കൊടുത്താൽ ഈ പോട്ടിന് പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇതിനു മുമ്പേ ബോൺസായി ആയിട്ട് വെച്ചിരുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ചട്ടിയെല്ലാം പൊട്ടിയിരിക്കുക. അപ്പോൾ അത് മാറ്റി ഈ പാത്രത്തിലാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ നമ്മൾ വേരോടെയാണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ മേൽവശം അങ്ങ് കണ്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. ഇതും ഒരു 5-6 വർഷമായി വെച്ചിട്ട്. പക്ഷേ വെച്ച് അത് ഒരു സൈഡിൽ വെച്ചതേ ഉള്ളൂ. അത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ഇനി ശരിയായി വരാൻ നോക്കാം. അപ്പോൾ ഇത് രാജമുള്ളയുടെ 2-3 തൈ കിട്ടി. ഞങ്ങളുടെ ഇവിടെ ഗാർഡനിൽ ഉള്ളതാണ്. അതിൻ്റെ തൈ വീണ് കിളുത്തതാണ്. അപ്പോൾ അത് 4 എണ്ണവും ഞാനിപ്പോൾ ഒരു പോട്ടിനകത്ത് തന്നെ വയ്ക്കുന്നുണ്ട്. അത് വേര് പിടിച്ച് കഴിഞ്ഞ് വരുവാണെങ്കിൽ പിന്നെ നമുക്കത് 4 പോട്ടിലായിട്ട് ബോൺസായിട്ട് വെക്കണം എന്നൊരാഗ്രഹത്തിലാണ് ഇപ്പോൾ ഇതിങ്ങനെ വെക്കുന്നത്. ഈ സമയത്ത് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് വെക്കുന്നത്. നോക്കാം, വേര് പിടിക്കുന്നതനുസരിച്ച് പിന്നെ ബോൺസായി ആക്കാൻ ശ്രമിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇപ്പം ബാക്കിയിരുന്ന മണ്ണും എല്ലാം കൂടെ വേസ്റ്റ് ആകാതെ പോട്ടും വേസ്റ്റ് ആകാതെ എല്ലാം റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വേര് പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ബാക്കി പണിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അതും വീഡിയോ ആയിട്ട് എടുത്തിരുന്നതായിരിക്കും. ഞാൻ തെങ്ങ് വരെയും ബോൺസായി ആയിട്ടൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധക്കുറവ് കാരണം അങ്ങ് പോയതായി. ഈ ബോൺസായി വെച്ച ഒരു കാര്യമുണ്ട്, കൃത്യം നമ്മളത് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് നശിച്ചു പോകും. അങ്ങനെ കുറേ പോയതാണ്. എന്നാലും ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബോൺസായിലോട്ട് പിന്നെയും ഒരു ഇൻട്രസ്റ്റ് തുടങ്ങുന്നുണ്ട്. മാക്സിമം നോക്കാം. ഇതെല്ലാം വേര് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ബോൺസായിയുടെ അടിയിൽ നിന്ന് ഇത് കിളുത്ത് വരുന്നത് കണ്ടോ, ഇതും മാറ്റണം. ഇതിൻ്റെ പോട്ടൊക്കെ റെഡിയാക്കിയിട്ട് അടുത്ത ഒരു ദിവസം അതും വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു.